ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ചിക്കനാണ്. റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന സ്റ്റൈല് ഒരു ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങളുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 200 ഗ്രാം ചിക്കനുണ്ട്. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് എല്ലോടുകൂടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിന് വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കണം. നമുക്ക് ആദ്യം ആ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു 2 സ്പൂണ് വലിയ സ്പൂണാണ് മൈദ, ഒരു സ്പൂൺ കോൺഫ്ലോർ, ഇത് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കി എടുക്കണം. ഒത്തിരി അങ്ങ് ലൂസാക്കരുത്. അതിന് ഉപ്പും കുരുമുളക് പൊടി എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കണം. നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒത്തിരി ലൂസാക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കാം. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പരുവത്തിന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ അതിനകത്തിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കി ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചിരിക്കുക. ഈ ചിക്കനെല്ലാം നന്നായിട്ട് ഇത് പിടിക്കണം. ബാറ്ററി നല്ലപോലെ മുക്കി. അപ്പോൾ ഇതിനകത്ത് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ്, 3-5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മളിത് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറേശ്ശെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ എണ്ണയൊക്കെ നല്ല ചൂടാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ നമുക്കിത് ഓരോന്നിങ്ങനെ ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിതിനകത്ത് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് നമുക്ക് നല്ലപോലെ അത് ഫ്രൈ ആക്കിയെടുക്കണം. ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റിയേക്കാം. ബാക്കി ഇരിക്കുന്നത് നമുക്ക് ഫ്രൈ ആക്കാം. കുറച്ചൊക്കെ ഫ്രൈ ചെയ്തിട്ടാം. റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇവിടെ അങ്ങ് കോരി മാറ്റിയേക്കാം. ചിക്കനൊക്കെ നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനോട് ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ നമ്മളിത് വറുത്ത എണ്ണയെന്ന് പറഞ്ഞാൽ പാം ഓയിലാണ്. അപ്പോൾ പാം ഓയിലോ സൺഫ്ലവറോ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കത്തില്ല. അപ്പോൾ നമുക്കിനി ചില്ലി ചിക്കൻ അങ്ങോട്ട് റെഡിയാക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, എല്ലാം കൂടെ നല്ലതുണ്ട് വീട്ടില്ല. ഒരു 3-4 പച്ചമുളക് ഇത് വലുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒത്തിരി ഒന്ന് ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന്. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനിൽ പ്രധാനമായിട്ട് ചേർക്കുന്ന ഒരു ഐറ്റമാണ് ചില്ലി പേസ്റ്റ് എന്ന് പറയുന്ന ഐറ്റം. അത് നമ്മൾ ഈ വറ്റൽമുളക് നമ്മൾ പുഴുങ്ങി എടുത്തിട്ട് അരച്ചെടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ കാശ്മീരി മുളക് പൊടി അതാണ് ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ചില്ലി പേസ്റ്റ് ഉള്ളവർക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാം. അതിനായിട്ട് നമുക്ക് 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന്
ഷോർട്ടാക്കണം ചെയ്ത് നല്ലപോലെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലവരൊന്ന് കരിഞ്ഞു പോകാതെ നമ്മളൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചില്ലി ചിക്കന് നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം നമ്മളിട്ട ആ മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്ത് വിധത്തിൽ കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തുകൂടെ കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ഷോർട്ടാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഇതിലോട്ട് സോസ് ചേർത്ത് കൊടുക്കണം. അതൊക്കെ നമ്മളൊരു 3 സ്പൂണോളം ടൊമാറ്റോ സോസ്, സോയാ സോസാണ് ഒരു 3 സ്പൂണ്, 2 സ്പൂണ് ചില്ലി സോസ്, ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് കഴിക്കുന്നവർക്ക് ഈ സമയത്ത് ഈ ചിക്കൻ കൂടെ മിക്സ് ചെയ്ത് ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചെറിയൊരു ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ലേശം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടൊരു കുറച്ച് കുരുമുളക് പൊടി, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുട്ടി കുറച്ചൊക്കെ ഇടാം. ശകലം പഞ്ചസാര, ഉപ്പും. ഈ സോസിലൊക്കെ ഉപ്പൊക്കെ ഉള്ളതാണ്, ഉപ്പിൻ്റെ സോയാ സോസിലൊക്കെ ഒരു ഉപ്പിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നുപോലെ ഒന്ന് തിളയ്ക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ 2-3 മിനിറ്റ് കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇത് വെന്ത ചിക്കനാണ്, എന്നാലും നമുക്ക് ഇതിനകത്ത് കിടന്ന ഈ സോസൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. സമയത്ത് നമുക്കൊരു ശകലം കോൺഫ്ലോർ ഒന്ന് കലക്കി ചാറുണ്ട്, ഗ്രേവി ഒന്ന് കുക്കാവാൻ വേണ്ടിയാണ്. അപ്പോൾ ചാറ് വേണ്ടാത്തുള്ളവർക്ക് ലേശം വെള്ളം ഒഴിച്ച് ഈ ചിക്കനോട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാണ്. നമുക്ക് ലേശം ചാറുകൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തീ അങ്ങ് ഓഫ് ചെയ്യാം. ലേശം മല്ലിയില ഇതിന് മുകളിലോട്ട് നമുക്ക് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. മല്ലിയിലയോ സെലറി കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ നമുക്ക് സെലറി കിട്ടാത്തതുകൊണ്ട് നമ്മൾ മല്ലിയില ചേർത്തിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നൊരു ഐറ്റമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് ഇതിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.